ഭാഗ്യതാരമാണല്ലോ ഇപ്പൊ ശേഷം ഈ പടത്തില് അങ്ങനെ ഭാഗ്യതാര പ്രവാസികളോട് പറയാനുള്ളത് സിനിമ നല്ല മൂവിയായിരുന്നു. ഒത്തിരി ചിരിക്കാനുണ്ട്. നല്ല കോമഡി മൂവിയാണ്. ത്രൂ ഔട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അടിപൊളിയാ. അടിപൊളിയായിരുന്നു. ഇത്രയും നാളും ബാബുരാജ് അഭിനയിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ഫുൾ കോമഡി. അതേപോലെ തന്നെ ഷെയ്ൻ ഒരുപാട് വ്യത്യാസമായിട്ട് അഭിനയിച്ചത്. ഇത്രയും നാളത്തിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ട് കോമഡി ആയിട്ട്. പിന്നെ മഹിമ അത് ഇത് വേറൊരു രീതിയിലാണ്. പിന്നെ ഷൈൻ ടോം ജോസഫ് അതിനേക്കാളും ഭംഗിയായിട്ട്. എല്ലാവരും നന്നായിട്ട് ഇതിനകത്ത് അഭിനയിച്ച എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അച്ഛൻ ആദ്യം അഭിനയിച്ചിട്ടും അടിപൊളിയായിട്ട് അഭിനയിച്ചു. അടിപൊളിയല്ലേ? ഇത് അച്ഛൻ അടിപൊളിയായിരുന്നാണ്. പക്ഷേ ഇതിന് ഏറ്റവും എനിക്കൊരു ബിഗ് താങ്ക്സ് കൊടുക്കാനുള്ള എൻ്റെ മോളോട് തന്നെയാണ്, സാൻഡ്ര തോമസിനോട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചേ. ആണോ? താങ്ക് യു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകണം കേട്ടോ. ഓക്കെ. അടിപൊളിയായിരുന്നു. പിന്നെ ഓഡിയൻസിന്റെ കൂടെ ഇരുന്നാൽ കണ്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു, ടീനേജേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ വൈബും അറിയണമായിരുന്നു. ഞങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ട് സിനിമയിൽ. ഈവൻ ഇന്റർവൽ ബ്ലോക്കിനൊക്കെ ഭയങ്കര കയ്യടിയായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതും അത് തന്നെയാണ്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ മഹിമ ഷെയ്ൻ ഭാഗ്യതാര ജോഡിയാണല്ലോ ഇപ്പൊ ശേഷം ഈ പടത്തില്. അങ്ങനെ ഭാഗ്യതാര ജോഡി അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കും, പാർട്ടീസ് ചെയ്ത ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കും. ഇതിനകത്ത് ഇപ്പം ഷെയ്ന്റെയും ബാബുചേട്ടന്റെയും കെമിസ്ട്രിയും അടിപൊളിയാണ്. അതും കാണാൻ രസമാണ്. അപ്പം എല്ലാത്തിന്റെയും ഒരു എന്താ പറയാ, എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണല്ലോ ഒരു നല്ല സിനിമ. അപ്പൊ അതിന്റെയും കൂടെയാണ്. സന്തോഷമുണ്ട്. അങ്ങനെ ഓഡിയൻസ് ഞങ്ങൾ അങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനിയ സിനിമകൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ. പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. കാരണം ഒരു ഫാമിലി സബ്ജക്റ്റ് ആണ്. വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് വളരെ കോമഡി എന്നുള്ള രീതിയിലാണ് പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ സിനിമ കാണും. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നടന്നതാണ്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അവിടെ റിലീസ് ആവാത്തതിന്റെ വിഷമമുണ്ട്. കാരണം വലിയൊരു ഓഡിയൻസ്, മലയാളി ഓഡിയൻസ് അവിടെ ഉള്ളതാണല്ലോ. അപ്പം അതിന്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പ്രവാസികളോട് പറയാനുള്ളത് സിനിമ റിലീസ് ആവാത്തതിൽ വിഷമമുണ്ട്. സോറി. കാരണം ഞങ്ങൾ പ്രൊമോഷനും ഒക്കെ ചെയ്തതാണ്. പക്ഷെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് റിലീസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി റിലീസ് ആവാനുള്ള വല്ല സാധ്യതയുണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വന്ന പയ്യനെ പിടിച്ച് അഭിനയിപ്പിച്ചെന്ന് അന്ന് ലുലുവിലെ പ്രോഗ്രാമിൽ പറഞ്ഞായിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു അവരോട്ട് അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വന്നപ്പോൾ അഭിനയിപ്പിച്ചല്ല, അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പം യാദർശികമായിട്ട് ഞാൻ അതിന് മുന്നേ ഒരു പൂക്കാലം എന്ന് പറഞ്ഞ പടം അഭിനയിച്ചായിരുന്നു. അതിൽ അവരെ ഓൾറെഡി കണ്ടിട്ടുണ്ടായി. പിന്നെ അവര് ടെസ്റ്റ് ഒക്കെ അടിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ വർക്കിംഗ് ആണെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പൊ കുറച്ച് എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരു റിട്ടേൺ ആയിട്ടൊരു പരിപാടിയേക്കാളും ടഫായിരുന്നു. മലയാളം തന്നെ എഴുതിയിരുന്നത് നമ്മുടേതായ ഒരു സ്ഥാനത്തിൽ കൊണ്ടുവരണം. ഞാൻ ഡയറക്ടേഴ്സും ചുറ്റുമുള്ള ആക്ടേഴ്സും ഭയങ്കര ഹെൽപ്പായിരുന്നു. പിന്നെ ഇതുപോലെ അവിടുത്തെ ഒരു റിയൽ ക്യാരക്ടറിനെ ആസ്പയർ ചെയ്താണ് എഴുതിയേക്കുന്നത്. അപ്പൊ അയാളുടെ ഒപ്പം കുറച്ചാള് ചില്ല് ചെയ്തൊക്കെ നടന്നപ്പം കുറച്ച് കിട്ടിയെന്ന് തോന്നുന്നു. ഞാൻ ശ്രമിച്ച്. അങ്ങനെ അടിപൊളിയായിരുന്നോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ട് ഡിസൈനിങ് ആണോ അഭിനയാണോ എളുപ്പം? അയ്യോ, അങ്ങനെ വെച്ചാൽ എനിക്കറിയില്ല കേട്ടാ. രണ്ടും പാടാണ്, അതിൻ്റെതായ രീതിയിൽ പാടാണ്. രണ്ടിലും ഏതാ എളുപ്പം എന്ന് എനിക്കറിയില്ല. പാട് തന്നെയാണ് രണ്ടും. വേറെ മൂവികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അഭിനയിക്കാനായിട്ട്? ലവ്ലി എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചായിരുന്നു. ദിലീഷ് കരുണാകരൻ ചെയ്യുന്നത്, മാത്യു തോമസ് നായകനായിട്ടുള്ള. അത് ഈ പടത്തിന് മുന്നേ അഭിനയിച്ച. അതാണ് ഇനി ഉടനെ വരാനുള്ളത്. ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.